ഓക്കെ, നിങ്ങൾ നോക്കുക, ഈ റോഡിൻ്റെ എൻഡുമായിട്ട് കണ്ടോ ഇത്രത്തോളം ഒരു സ്പേസ് ഇട്ടാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ നിൽക്കുന്നത്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു കാറ് നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ നമ്മുടെ വാഹനത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഓടിക്കുക എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിലെ ശരിക്കും പറഞ്ഞാൽ വളരെ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്നത്, ഒരു വണ്ടി റോഡിൽ ഇതുപോലെ ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വണ്ടി സൈഡ് ഒതുക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ റോഡിൻ്റെ പുറത്തേക്ക് വാഹനം പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇടത് സൈഡ് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് വണ്ടിയുടെ ഇടത് ഭാഗം സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക് പോയി ഇടിക്കാനായിട്ട് പോകുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ടയർ എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ബാക്ക് സൈഡിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ഡോർ ഹാൻഡിൽ കണ്ടോ, ആ ഡോർ ഹാൻഡിലിൻ്റെ അടിയിൽ തൊട്ടടിയിലായിട്ടാണ് നമ്മളുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ വരുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ മിററും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതായത് ഒരു 20% നമുക്ക് വണ്ടിയുടെ ബോഡി ഏരിയ കാണണം, ബാക്കി വൈഡായിട്ട് നമുക്ക് ബാക്ക് സൈഡ് നമ്മൾ ഒതുക്കിയിടുന്ന സമയത്താണെങ്കിലും ഓടിക്കുന്ന സമയത്താണ് ബാക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ബാക്കിലെ ഡോർ ഹാൻഡിലിൻ്റെ അടിയിലാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ ടയർ വരുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ സെൻറ്റർ മിററും ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വണ്ടി റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഇടത് സൈഡും വലത് സൈഡും മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ വാഹനം ഇവിടെ ഒതുക്കിയിട്ടേക്കുന്ന ഈ ഒരു സൈഡിൽ നിന്ന് നിങ്ങളിവിടെ നോക്കുന്ന സമയത്ത് ഈ റോഡിൻ്റെ എൻഡ് കണ്ടോ, ഈ റോഡിൻ്റെ എൻഡ് എനിക്ക് ഈ ഒരു ലൈൻ വെച്ച് നോക്കുമ്പോൾ ഇതുകൊണ്ട് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ നേരെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് എൻ്റെ വലതേ സൈഡിലെ ടയർ, വണ്ടിയുടെ ടയർ കിടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലാണ് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനിവിടെ വെളിയിലിറങ്ങിയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മളുടെ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തെ ടയറിൻ്റെ പൊസിഷൻ നോക്കിക്കേ, കണ്ടോ, ഈ ഒരു ഏകദേശം ലെവൽ വെച്ച് വണ്ടി പരമാവധി ഈ ഒരു സൈഡിലേക്ക് ഒതുങ്ങിയാണ് നിൽക്കുന്നത്. അപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ ഈ സൈഡിലെ ടയർ ജഡ്ജ് ചെയ്യുന്നത് ഏകദേശം നമ്മളുടെ സ്റ്റിയറിംഗ് വീല് വെച്ചിട്ട് ഈ ഒരു മെത്തേഡിലായിരിക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ടയർ വരുന്നത് ഈ ഒരു പൊസിഷനിൽ വരും എന്ന് മനസ്സിലാകാം. ഇനി ഒപ്പം തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ സ്റ്റിയറിംഗ് വീല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ ജഡ്ജ് ചെയ്യണം. അതായത് ഇങ്ങനെ ഈ ഒരു ജഡ്ജ്മെൻറ്റ് വരണം. ഈ അറ്റമായിരിക്കണം നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്, അതായത് ഈ ഒരു അറ്റം. ഇപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വാഹനം എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഏരിയ ഞാൻ കറക്റ്റായിട്ട് മിററൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറകിൽ നിന്ന് വാഹനങ്ങൾ ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ നോക്കുന്നു. എന്നിട്ട് ഞാനിവിടെ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് ഒന്ന് തിരിക്കുന്നു. എന്നിട്ട് മെല്ലെ വാഹനം എടുക്കുകയാണ്. മെല്ലെ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് ഇനി നമ്മുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരണം. ലെഫ്റ്റ് സൈഡിലേക്ക് ചേരാനായിട്ട് ഞാനിവിടെ വാഹനം ഓടിക്കുന്ന സമയത്ത് എൻ്റെ ഒരു നോട്ടം പോകുന്ന രീതി തന്നെ ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ റോഡിൻ്റെ എൻഡ് പരമാവധി ചേർത്ത് എൻ്റെ വാഹനം നിർത്തുവാണ്. എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, എൻഡ് ചേർത്ത് നിർത്തി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയയ്ക്ക് എൻ്റെ വാഹനം ഇവിടെ എൻഡ് ചേർത്ത് നിർത്തിയേക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ പുറകിലൊരു വണ്ടിയുണ്ട്, അതൊന്ന് പോട്ടെ, ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എൻഡ് അറ്റം ചേർത്ത് നിർത്തുകയാണ്. അതായത് ആ കട്ടിങ്ങിനോട് ചേർത്ത് എൻ്റെ വണ്ടി നിർത്തുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഈ കട്ടിങ്ങിനോട് ചേർന്ന് എൻ്റെ വാഹനം നിന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഞാൻ ഇവിടുന്ന് ഒരു ഡ്രൈവറിൻ്റെ ഒരു വ്യൂ അനുസരിച്ച് ഞാൻ ഈ റോഡിൻ്റെ എൻഡ് നോക്കുന്ന ആ എൻഡ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് സ്റ്റിയറിംഗ് വീല് വെച്ചിട്ട് ഏകദേശം ഈ ഒരു ഏരിയയിലാണ്. അപ്പം ഞാൻ അത് കറക്റ്റാണോ അല്ലയോ എന്നറിയാനായിട്ട് ജസ്റ്റ് വെളിയിൽ ഇറങ്ങിയിട്ട് നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ ടയർ കണ്ടോ, ഈ റോഡിൻ്റെ എൻഡിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു ജഡ്ജ്മെൻറ്റ് മെത്തേഡ് കറക്റ്റായിരുന്നു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിലായിരിക്കും അവരുടെ ഒരു നോട്ടം പോകുന്നത്. അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു വ്യൂ വെച്ച് നമ്മൾ നോക്കണം, ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വരുന്നു, നമുക്ക് കുറച്ച് ലെഫ്റ്റ് സൈഡ് ഒന്ന് ചേർത്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വാഹനം ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്തുകൊണ്ട് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, വണ്ടി മുന്നോട്ട് എടുക്കുകയാണ്. ഇതേ ഹാഫ് ക്ലച്ചിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് അതേ ഈ ഒരു മെത്തേഡ് വെച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നു റൈറ്റ് സൈഡ് എവിടെയാണ് വരുന്നത്. റൈറ്റ് സൈഡ് ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ലെഫ്റ്റ് ഈ ഒരു മെത്തേഡിൽ ജഡ്ജ് ചെയ്യുന്നു, റൈറ്റ് ഈ മെത്തേഡിൽ ജഡ്ജ് ചെയ്യുന്നു. നമ്മൾ ഈ മെത്തേഡിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ഡ്രൈവിങ്ങിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വീതി കുറഞ്ഞ വില്ലേജ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു പേടി, നമ്മുടെ വണ്ടി ഒത്തിരി വെളിയിലേക്ക് പോകുമോ അല്ലെങ്കിൽ സൈഡിലുള്ള ഒബ്ജക്റ്റിൽ പോയി ഇടിക്കുമോ, ഇങ്ങനെയുള്ളൊരു പേടി നമുക്ക് മാറ്റി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഒരു സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യണം. സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെത്തേഡിലേക്ക് ആക്കുക. അതായത് ഈ മെത്തേഡ് വെച്ച് സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യുക. ഇങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് അത് ഈ അറ്റം നോക്കുക. ഇങ്ങനെ അറ്റം നോക്കി നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമ്മുടെ വണ്ടിയുടെ ഒരു ലെഫ്റ്റ് ടയർ ഈ റോഡുമായിട്ട് ഒരു നിശ്ചിത സ്പേസ് ഇട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വാഹനം നിർത്തി കാണിച്ചു തരാം. ഇതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ നോക്കുന്നു, കറക്റ്റ് റോഡിൻ്റെ എൻ്റെ ഈ ഒരു സ്പേസ് വെച്ച് ഞാൻ നോക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വാഹനം എത്രത്തോളം സ്പേസ് ഇട്ടാണ് റോഡുമായിട്ട് നിൽക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ഈ റോഡിൻ്റെ എൻഡുമായിട്ട് കണ്ടോ ഇത്രത്തോളം ഒരു സ്പേസ് ഇട്ടാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിലും ഒരു വാഹനം ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ്, നമ്മളിങ്ങനെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഓരോ ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ ഒരു ഫോക്കസ് ഡ്രൈവിങ്ങിൽ പോകും. അത് മെയിനായിട്ട് നമ്മുടെ വണ്ടി ചിലപ്പോൾ ഒരു കുഴി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ നോട്ടം പോകുന്നത് എപ്പോഴും റോഡിൽ ഓടിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒബ്ജക്റ്റിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു സ്പേസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്തുണ്ട് ഇവിടെ ഒരു കുഴിയുണ്ട്. അപ്പോൾ ആ കുഴിയിലേക്ക് ചേരാതിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിക്കും. ഇനി ഇവിടെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്തുണ്ട് ഇവിടെ ചെറിയ ചെളിയും ചള്ളയൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതുമായിട്ടൊരു ഡിസ്റ്റൻസ് ഇടും. അപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസ് ഇടുന്ന സമയത്ത് ഈ മെത്തേഡ് വെച്ച് ഡിസ്റ്റൻസ് ഇടുക. ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിറർ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ലെഫ്റ്റ് സൈഡിൽ സ്പേസ് ഇട്ടിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇട്ടേക്കുന്ന സ്പേസ് എനിക്ക് ലെഫ്റ്റ് മിററിലൂടെ കറക്റ്റായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലെ മിററും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ബാക്ക് സൈഡ് മനസ്സിലാക്കാനായിട്ട് റൈറ്റ് മിററും ലെഫ്റ്റ് മിററും ചെക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പോയിന്റ് നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ച് കറക്റ്റായിട്ട് നോക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഒരു ഡ്രൈവറിൻ്റെ ഒരു വ്യൂ അനുസരിച്ച് വണ്ടി എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾ ഈ മെത്തേഡിലും ഈ പൊസിഷനിലും നിങ്ങൾ മനസ്സിലാക്കുക. റൈറ്റ് സൈഡ് ഏരിയയും മനസ്സിലാക്കുക. ഒപ്പം തന്നെ എപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് മിററും ലെഫ്റ്റ് മിററും എപ്പോഴും കുറച്ച് തള്ളി വെളിയിലേക്കാണ് നിൽക്കുന്നത്. ഇത് വിങ് മിററുകളാണ്. അപ്പോൾ അതും കൂടെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യുക. അപ്പം ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.